ഇന്ന് ഭൂരിഭാഗം യുവാക്കൾക്കിടയിലും അതുപോലെ തന്നെ യുവതികൾക്കിടയിലുമുള്ള പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. മുടി കൊഴിച്ചിൽ എന്ന് പറയുന്ന സാധാരണ ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ മുടി കൊഴിയുന്നതിന് അനുപാതികമായിട്ട് തന്നെ മുടി വളർച്ച ഉണ്ടാകും. അതാണ് അതിൻ്റെ രീതി. പക്ഷേ ഇന്ന് പലരിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുടി കൊഴിച്ചിൽ മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഹെയർ ഗ്രോത്ത് സാധാരണ രീതിയിലും വളരെയധികം താന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഹെയർ നോർമൽ ആയിട്ടുള്ള ഗ്രോത്ത് കിട്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ പ്രധാന ഒരു കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന ഒരു പ്രശ്നം. എന്തായാലും ജീവിത സാഹചര്യങ്ങളിലെ ഏറ്റവും പ്രധാന പ്രശ്നം നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോറിൻ വെള്ളമാണ്. തലമുടി കഴുകാൻ ഉപയോഗിക്കുന്ന ക്ലോറിൻ വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ താമസിക്കുമ്പോൾ അവിടെ കിട്ടുന്ന ഹാർഡ് വാട്ടറാണ്. ഈ ഹാർഡ് വാട്ടറും നമ്മുടെ തലമുടിയെ ഒരുപാട് പ്രശ്നം ഉണ്ടാകും. എന്തായാലും ഇത് രണ്ടിനെയും തരണം ചെയ്യാൻ ഒരു മാർഗമുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജോബി വയലിങ്കാലി. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അതിനായിട്ട് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഷിക്കക്കായ് പൗഡറാണ്. ഓക്കെ, ഷിക്കക്കായ് പൗഡർ ഇത് എല്ലാ ആയുർവേദ കടകളിലും മേടിക്കാൻ കിട്ടും. അതോടൊപ്പം തന്നെ മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ പിന്നെ ലേഡീസ് സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാം, എവിടെ ചെന്നാലും മേടിക്കാൻ കിട്ടും. ഇത് പൂർണ്ണമായിട്ടും ഹെർബലാണ്. ഓക്കെ, 100% ഹെർബലാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള റിയാക്ഷൻസോ ഉണ്ടാകാൻ സാധ്യതയില്ല. 100% നമുക്ക് വിശ്വസിക്കാവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഷിക്കക്കായ് പൗഡർ നമുക്ക് ഒരു 2 സ്പൂൺ എടുക്കാം. ഏകദേശം 2 സ്പൂൺ ഷിക്കക്കായ് പൗഡർ എടുത്ത് ഓക്കെ. ഇതിന് ശേഷം നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റീട്ട പൗഡറാണ്. ഓക്കെ, അതായത് നമ്മുടെ സോപ്പ് നട്ട് പൗഡർ. സോപ്പ് നട്ടിൽ നിന്ന് അവർ പൊടിച്ചുണ്ടാക്കുന്ന പൗഡറാണ് സോപ്പ് നട്ട് പൗഡർ. ഈ സോപ്പ് നട്ട് പൗഡർ അതായത് റീട്ട പൗഡർ നമുക്ക് ഇതേപോലെ തന്നെ 2 സ്പൂണ് എടുക്കാം. ഇത് രണ്ടും തുല്യ അളവിൽ തന്നെ നമുക്ക് എടുക്കാം. ഈ റീട്ട പൗഡർ നമുക്ക് 100% നമ്മുടെ മുടിയുടെ വളർച്ചയെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഹെയറിന് ഗ്രോത്ത് കൂട്ടാനായിട്ട് ഈ റീട്ട പൗഡർ നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി വേണ്ട മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധാരണ നമ്മുടെ യോഗട്ട്. ഓക്കെ, യോഗട്ട് അതായത് നമ്മുടെ തൈര്. നമുക്കൊരു 3 സ്പൂണോളം തൈര് എടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് തൈരിൻ്റെ അംശം കൂട്ടാം. കാരണം നമുക്ക് വേണ്ട ഇത് ശരിക്കൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഒരു അല്പം തൈരിൻ്റെ അളവ് കൂട്ടിയാലും കുഴപ്പമില്ല. ഈ തൈരിൻ്റെ അടങ്ങിയിരിക്കുന്ന എല്ലാ കണ്ടന്റും നമ്മുടെ മുടി വളർച്ച വളരെയധികം സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ മുടിയെ നല്ല ഗ്ലേസിങ്ങോട് കൂടി തന്നെ ചെട വരാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ പേസ്റ്റ് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു പേസ്റ്റ് ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തലയിൽ തേച്ച് കൊടുക്കാവുന്നതാണ്. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഉണ്ടായിരിക്കുന്ന ഈ പേസ്റ്റ് നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ കൈകൊണ്ട്, അല്ല എങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് വേണമെങ്കിലും ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ഇത് ശരിക്ക് നമുക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, അതിനു മുമ്പ് നേരത്തെ ഞാൻ തലമുടി ശരിക്കും ചീകി വെച്ചതാണ്. അത് ശരിക്കും മാറ്റി. കാരണം വെച്ചാൽ ഇത് തലമുടിയിലെ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് ശരിക്ക് പുരട്ടണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തലമുടി ചീകിയത് മാറ്റുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് തന്നെ എടുക്കുകയോ ചീപ്പ് കൊണ്ട് എടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എങ്ങനെയാണെങ്കിലും നമ്മുടെ തലമുടിയെ ശരിക്ക് തേച്ച് പിടിപ്പിക്കുക. ഇത് 100% ഹെർബലാണ്. ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഓക്കെ, ഇത് നിങ്ങൾ തേച്ച ശേഷം 1/2 മണിക്കൂർ സൂക്ഷിക്കുക. അപ്പോൾ ഇതുപോലെ ശരിക്ക് തേച്ച് പിടിപ്പിക്കുക. നമ്മുടെ മുടിയുടെ എല്ലാ ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ തലയോട്ടിയിലുമായിട്ട് ശരിക്ക് തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഏകദേശം 1/2 മണിക്കൂർ ഇതേപോലെ തന്നെ സൂക്ഷിക്കുക. 1/2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ തേച്ചേക്കുന്നത് ശരിക്കും ഡ്രൈ ആകും. ഓക്കെ, നമ്മുടെ തലമുടിയെ ശരിക്കും ഡ്രൈ ആവും. ഞാനൊരു 1/2 മണിക്കൂർ എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഈ തലമുടിയെ ശരിക്കും ഡ്രൈ ആവണം. ഡ്രൈ ആകുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അകത്ത് എല്ലാ ഘടകങ്ങളും നമ്മുടെ തലമുടിയിലും നമ്മുടെ തലയോട്ടിയിലുമായിട്ട് ശരിക്കും പിരിക്കണം. അതിനുവേണ്ടിയാണ് ഡ്രൈ ആകുക എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. 100% വാഷ് ചെയ്യുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂടുവെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇത് തേക്കുന്നതിന്റെ മറ്റൊരു ഗുണം എന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ തലയിലേക്കുള്ള താരനുണ്ടല്ലോ, ആ താരം പൂർണ്ണമായിട്ടും നശിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു ഗുണം. എന്താണ് കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.